അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നായയെ സ്വപ്നം കണ്ടാൽ. പലപ്പോഴും നായയെ സ്വപ്നം കാണാറുണ്ട്. എന്നാൽ നായയെ സ്വപ്നം കണ്ടാലുള്ള വ്യാഖ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്. സാധാരണയായി ഒരു ശത്രുവിൻ്റെ സ്ഥാനത്താണ് നായയെ കണക്കാക്കുന്നത്. ദുർബലനായ ശത്രു അല്ലെങ്കിൽ ഉപദ്രവകാരിയല്ലാത്ത ശത്രു നിലക്കും കാണാം. അതുപോലെ തന്നെ നായ കടിക്കുന്നത് സ്വപ്നം കണ്ടാൽ ശത്രുവിൽ നിന്നോ സുഹൃത്തിൽ നിന്നോ എന്തെങ്കിലും പ്രയാസമോ ഉപദ്രവമോ നേടാൻ സാധ്യതയുണ്ട്. നായ കുരക്കുന്നത് കേട്ടാൽ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു മുന്നറിയിപ്പിനെ ഇത് സൂചിപ്പിക്കുന്നു. ഇനി നിങ്ങളുടെ വസ്ത്രം നായ കടിച്ചു കയറുന്നതാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ അത് നിങ്ങൾ ആരെങ്കിലും അപമാനിക്കും, ആരുടെയെങ്കിലും അപമാനത്തിന് ഇരയാവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് അതിലൂടെ കാണുന്നത്. നായയെ കൊന്നതായി, നിങ്ങൾ നായയെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ശത്രുക്കളുടെ മേൽ വിജയം നേടുമെന്നതിൻ്റെ സൂചനയാണിത്. നായൻ നിങ്ങളെ നോക്കി ഓടിക്കുന്നത് കണ്ടാൽ ജീവിതത്തിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ്. ഇനി വേട്ടപ്പെട്ടിയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ അതൊരു നല്ല സ്വപ്നമായിട്ടാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതായത് ഒരു ശുഭലക്ഷണം, അധികാരം, സമ്പത്ത് അല്ലെങ്കിൽ വിജയം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇനി ഒരു കറുത്ത നായയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ അത് പിശാച്ചാണ് കറുത്ത നായായിട്ട് സ്വപ്നത്തിൽ വരുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി ഒരു അനുഭവം കൂടി പറയാം. ഈ ഉള്ളവന് ഒരു രാത്രിയിൽ നായ കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം ബൈക്കിൽ നിന്ന് ചെറിയൊരു അപകടം സംഭവിക്കുകയും കാലിന് ചെറിയൊരു പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ നായ സ്വപ്നത്തിൽ വന്നാൽ ആക്രമിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അത് പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആരോട് പറയാതിരിക്കുകയും അതിനുവേണ്ടി കാവലിന് തേടുക, എന്തെങ്കിലും അപകടങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് തൊട്ട് കാവൽ തേടുകയും സ്വതക്ക ചെയ്യുകയും ചെയ്താൽ അത് നമുക്ക് ഒരു പരിധിവരെ ഉപകാരപ്പെടും. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.